നമസ്കാരം. നേമത്ത് ശിവൻകുട്ടിയെ പാർട്ടി ബലി കൊടുക്കും. കടകംപള്ളിയെ തോൽപ്പിക്കും. ശൈലജയെ രാഷ്ട്രീയ വനവാസത്തിനയക്കും. നേമത്ത് ശിവൻകുട്ടിയെ ബലി കൊടുത്തുകൊണ്ടും ആറന്മുളയിൽ വീണ ജോർജിനെ കരകയറ്റുവാനും പിണറായിയുടെ ഒരു വമ്പൻ ഡീലുണ്ടായിരിക്കും. മഞ്ചേശ്വരത്ത് സുരേന്ദ്രനും പാലക്കാട് രാജേഷിനും ഗുണകരമാകുന്ന രീതിയിൽ CPM BJP വോട്ട് കച്ചവടമെന്ന് ആരോപണമുണ്ടായിരിക്കും. ശൈലജ ടീച്ചറെ തളയ്ക്കുവാനും കടകംപള്ളിയെ കൈവിടുവാനും അണിയറയിൽ രഹസ്യ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ഡീലുകൾ ഇത്രത്തോളം ദയനീയമാണ് എന്ന് പറയട്ടെ. ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളമാകുന്നു എന്ന തത്വമാണ് CPM നേമത്തും ആറന്മുളയിലും പരീക്ഷിക്കുന്നത് എന്നുള്ളത്. പിണറായി വിജയന് വേണ്ടി ഏതു പാതിരാത്രിയിലും അംഗം വെട്ടുവാൻ തുനിഞ്ഞിറങ്ങുന്ന നേതാക്കന്മാരിൽ പ്രധാനി ആര് എന്ന് ചോദിച്ചാൽ അത് മന്ത്രി B ശിവൻകുട്ടിയാണ്. പാർട്ടിക്ക് വേണ്ടി പടപൊരുതുവാനും നിയമസഭയുടെ സ്പീക്കറുടെ ഡെസ്കിൽ കയറി താണ്ഡവ നൃത്തമാടുവാനും ചെങ്കൽച്ചൂളയിലെ ജനങ്ങളെ തല്ലാനും തലോടാനും തെറി വിളിക്കുവാനും സോണിയാഗാന്ധിയെ അധിക്ഷേപിക്കുവാനും അദ്ദേഹം മുന്നിട്ടിറങ്ങുന്നത് CPIM എന്ന് പറയുന്ന പാർട്ടിക്ക് വേണ്ടി മാത്രമാണ്. അല്ലാതെ അദ്ദേഹത്തിന് വേണ്ടി അങ്ങനെ ഒന്നും ചെയ്യുവാനും പറയുവാനും സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സാധിക്കില്ല എന്നത് അദ്ദേഹത്തെ അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം. എല്ലാത്തിനും ആ മനുഷ്യനെ ചട്ടുകമാക്കുകയായിരുന്നു. മറ്റൊരു ചാവേറായ MM മണിയെ വീട്ടിലിരുത്തുവാനുള്ള കരുത്തുണ്ടാക്കിയതും ബുദ്ധിയുദിച്ചതും ഒക്കെ ഈ CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ നിയന്ത്രിക്കുന്ന പിണറായി വിജയന്റെ തലയിൽ നിന്ന് തന്നെയല്ലേ. കണ്ടാൽ പരുക്കനാണെങ്കിലും കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിമാരിൽ ഏറ്റവും നല്ല മനസ്സിനുടമ ആര് എന്ന് ചോദിച്ചാൽ അത് B ശിവൻകുട്ടി എന്നത് പ്രതിപക്ഷത്തെ MLA പോലും സമ്മതിക്കുന്ന വസ്തുതകളാണ്. ഒരു കാര്യം പറഞ്ഞാൽ അത് ഉടനടി അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ശിവൻകുട്ടിയെ ഇത്തവണ നേമത്ത് CPM ബലി കൊടുക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അണിയറയിൽ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. പാലക്കാടിയിൽ എന്ന് കേരളത്തിലെ സംസാര വിഷയമായിട്ടുള്ള വോട്ടു കച്ചവടത്തിൽ മുഖ്യ ഇര സത്യത്തിൽ ഈ ശിവൻകുട്ടിയാണ്. ലക്ഷ്യമാണ് പ്രധാനം, വഴിയല്ല എന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്താക്കളെ പിണറായി വിജയൻ എന്നും അനുവർത്തിക്കുന്ന നയങ്ങളാണ്. അതുപോലെ പാർട്ടി മാറിയ ആയിഷ പോറ്റിയെയും തോൽപ്പിക്കുവാൻ BJPയെ സഹായിക്കുവാൻ പോകുന്നു. BJP ഇവർക്ക് സഹായം നൽകാൻ പോകുന്നു. പിണറായി വിജയനും കുടുംബവും ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മന്ത്രി വീണ ജോർജിന്റെ ആറന്മുളയിലെ കാര്യങ്ങൾ വളരെ പരുങ്ങലിലാണ് എന്നും ഇപ്പോഴത്തെ വിവരങ്ങൾ അനുസരിച്ചിട്ട് വീണ ജോർജ് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്നും മനസ്സിലാക്കിയ പിണറായി വിജയൻ റാന്നിയിലും കോന്നിയിലും ഡീൽ വെച്ചുകൊണ്ട് വീണയെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കുവാനോ 2ാം സ്ഥാനത്തേക്ക് എത്തിക്കുവാനോ ഉള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിമാരിൽ ഏറ്റവും മോശവും അതുപോലെ തന്നെ ഈ മന്ത്രിസഭയ്ക്ക് ഒട്ടേറെ അവമതിപ്പുകൾ ഉണ്ടാക്കിയ വീണ ജോർജ് ആറന്മുളയിൽ ജീവൻ മരണ പോരാട്ടത്തിലാണ്. അവിടെ അബിൻ വർക്കിയാണ് കോൺഗ്രസിന്റെ നേതാവെന്ന് പറയുന്നത്. കൂടാതെ കുമ്മനം രാജശേഖരനുമുണ്ട് കൂട്ടിനായിട്ട്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ശബരിമല സ്വർണ്ണക്കൊള്ള ജനങ്ങളിൽ ഏറ്റിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിലെ മുഖ്യ കാർമ്മികനായിട്ടുള്ള മന്ത്രി VN വാസവനെയും റാന്നി MLA ആയിട്ടുള്ള പ്രമോദ് നാരായണനെയും എന്തു വിധേനയും ജയിപ്പിക്കുക എന്നതും ഈ ഡീലിൽ ഉണ്ട് എന്ന് പറയട്ടെ. BJPയെ സംബന്ധിച്ചിടത്തോളം പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ വെല്ലുവിളി ഉയർത്തി വാങ്ങിയെടുത്ത സീറ്റാണ് നിയമം. അപ്പോൾ കുമ്മനത്തെ ആറന്മുളയിൽ കുരുതി കൊടുത്തിട്ടാണെങ്കിലും ശബരിമല പോലുള്ള ഒരു പുണ്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന റാന്നിയിൽ ഒരു പെന്തക്കോസ്ത് സ്ഥാനാർത്ഥിയെ CPMന്റെ ഒത്താശയോടെ നിർത്തിയിരിക്കുന്നത് അവിടെ CPMനെ ജയിപ്പിച്ചു കൊടുക്കാനാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ഭരണം കിട്ടില്ലെന്ന് ഉറപ്പായ പിണറായി വിജയൻ ഇപ്പോൾ ആവശ്യം മുൻ മന്ത്രിമാരും ഇപ്പോഴത്തെ മന്ത്രിമാരും ഏത് വിധേനയും ജയിക്കുക എന്നത് മാത്രമാണ്. അപ്പോഴും മട്ടന്നൂരിൽ കേരളത്തിലെ ഏറ്റവും വലിയ വിജയം സമ്മാനിച്ച ശൈലജ ടീച്ചർക്ക് ജയിക്കാൻ പാടില്ല എന്നത്, അല്ലെങ്കിൽ അവരെ ജയിപ്പിക്കാൻ പാടില്ല എന്നത് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ്. ഒരു വെടിക്ക് 2 പക്ഷികളല്ല 10ഓളം പക്ഷികളാണ് ലക്ഷ്യം എന്നത് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് BJPയുടെ K സുരേന്ദ്രനെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കുക എന്നത് CPMന്റെ മറ്റൊരു അജണ്ടയാണ്. അതിനായിട്ട് അവിടെ അസറുദ്ദീൻ ഒവൈസി ചെയ്യുന്നത് പോലെ വോട്ട് വിഘടിപ്പിക്കൽ തന്ത്രവും ആവിഷ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ കണ്ണിലെ കരടായിട്ടുള്ള സന്ദീപ് വാര്യരെ തോൽപ്പിക്കുവാൻ BJP ഒന്നടങ്കം LDFന് വോട്ട് ചെയ്യും. കൂടാതെ പാർട്ടിയെയും പാർട്ടി സെക്രട്ടറിയെയും പ്രതിക്കൂട്ടിലാക്കിയിട്ട് പടിയിറങ്ങിയ പയ്യന്നൂരിലെ കുഞ്ഞിക്കണ്ണനെയും തളിപ്പറമ്പിലെ ഗോവിന്ദനെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് BJP CPMനെ സഹായിക്കും. മഞ്ചേശ്വരത്തെ സഹായത്തിന് പകരമായിട്ട് തളിപ്പറമ്പ്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ ഡീലുകൾ കേരളത്തിന്റെ വടക്കേറ്റത്ത് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ വളരെ ഒരുക്കത്തോടെ വളരെ കൃത്യതയോടുകൂടി അണികളിൽ പ്രാവർത്തികമാക്കി തുടങ്ങിയിരിക്കുന്നു എന്നാണ്
ലോക്കലിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്ന് പറയപ്പെടുന്നത്. പ്രാദേശികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത ഡീല് പാലക്കാട് തന്നെ. പാലക്കാട് ജയിപ്പിച്ചാൽ പകരം തൃത്താല, ഒറ്റപ്പാലം, ഷൊർണൂർ എന്നിവ ജയിപ്പിക്കാമെന്നതും അതിൽ പ്രധാന മന്ത്രി എം പി രാജേഷിന്റെ വിജയവും വിമതർ പി കെ ശശിയുടെ തോൽവിയുമാണ്. പിന്നെയുള്ള ഡീൽ നടക്കുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ CPM വോട്ടുകൾ BJPക്ക് മറിച്ചാൽ BJP കൊടുങ്ങല്ലൂരിലും ഇരിങ്ങാലക്കുടയിലും മണലൂരും കുന്നംകുളത്തും LDFനെ ജയിപ്പിക്കാമെന്നുള്ള ഒരു ഡീലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ 2020യുടെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തിയത്. CPM ആണ് CPIയോട് വാശി പിടിച്ച ആ സീറ്റ് സിറ്റിംഗ് MLAക്ക് വാങ്ങിക്കൊടുത്തതും. ആകെ മൊത്തം ഡീലായി നീങ്ങുമ്പോൾ പിണറായി വിജയനും രാജീവ് ചന്ദ്രശേഖറും തൃശങ്ക് സ്വർഗത്തിലായത് കഴക്കൂട്ടം സീറ്റിലാണ്. ഇപ്പോ സത്യത്തിൽ വല്ലാത്തൊരു അവസ്ഥയിലാണ് ഇവിടുത്തെ ഈ പറയുന്ന നേതാക്കന്മാർ. ഒരു ഭാഗത്ത് ശബരിമല കൊള്ളയിലെ മുഖ്യ കാർമ്മികൻ കടകംപള്ളി, മറ്റൊരു ഭാഗത്ത് BJPയുടെ സമുന്നതൻ V മുരളീധരൻ, അവിടെ മാത്രം വോട്ടുകൾ മനസാക്ഷിക്ക് വിടാൻ തീരുമാനിക്കുന്ന ഒരു വിഭാഗവും. ഇതിനിടയിൽ UDFിലെ ശരത്ചന്ദ്ര പ്രസാദ് സൂത്രത്തിൽ കടന്നുകൂടുവാനും സാധ്യതകൾ ഇല്ലാതില്ല. MA വാഹിദ് വിമതനായി ജയിച്ചു കയറിയ മണ്ഡലമാണ് കഴക്കൂട്ടം, മറന്നുപോകരുത്. ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ട് അവിടെ എന്നുള്ള കാര്യവും ഓർത്തുകൊള്ളുക. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയാണ് മനസ്സിനുള്ളിൽ ആകെ മൊത്തം. ആ കറ കളയുവാൻ നാഷണൽ ഹൈവേയിൽ മൊത്തം സ്വന്തം മുഖം മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓരോരോ ബോർഡും ആ മുഖം കാണുമ്പോൾ സത്യത്തിൽ 1000 പാർട്ടി അനുഭാവികളുടെ വോട്ടുകൾ അതുവരെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നെങ്കിലും ഈ പാവം മുഖ്യൻ അറിയണ്ടേ. എന്തായാലും ശബരിമല അയ്യപ്പൻ ഒരെണ്ണത്തിനെയും വെറുതെ വിടില്ല, തീർച്ച. BJP ഈ കളിയാണ് കളിച്ചു മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഒരു 30 കൊല്ലത്തിന് ശേഷം പോലും കേരളം പിടിക്കാൻ ഇവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. നേമത്ത് ശിവൻകുട്ടിയെ പാർട്ടി ബലി കൊടുത്ത് പാർട്ടി മുന്നോട്ട് ഡീലുകളുമായി പോകുമ്പോൾ കടകംപള്ളിയെ തോൽപ്പിച്ചുകൊണ്ടോ ശൈലജയെ രാഷ്ട്രീയ വനവാസത്തിന് അയച്ചതുകൊണ്ടോ ഈ പാർട്ടി ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. 2026 ഈ പാർട്ടിയുടെ അവസാനത്തെ ആണിയെടുപ്പാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒന്നുകിൽ ഇവിടെ വിജയിച്ചു കയറി മൂന്നാമത് ഭരണം പിടിക്കുക. ആ ഭരണം പിടിച്ചാലും ഈ പാർട്ടി ഇല്ലാതാകും, അല്ലെങ്കിൽ ഈ പാർട്ടിയെ BJP ഇല്ലാതാക്കും. ഇനി അഥവാ ഈ പാർട്ടി തോൽക്കുകയാണെങ്കിൽ പിന്നെയും ഉണ്ടാകുന്നതും ഇതേ നഷ്ടം തന്നെയായിരിക്കും. പിന്നെ നയിക്കാൻ ഒരാളോ പ്രതിപക്ഷത്തിരിക്കാൻ ഒരു നേതാവോ ഇല്ലാതെ ഈ പാർട്ടി അലയും.